ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു 5 ദിവസത്തെ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 5 days ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത്ര ഭയങ്കര വലിയ വീഡിയോ ഒന്നും ആയിരിക്കില്ല 5 ദിവസം എന്ന് പറയുമ്പം. ഞാൻ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ബക്കറ്റ് ലിസ്റ്റൊക്കെ ഫുൾഫിൽ ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വിഷു കോസ്റ്റ്യൂമിലാണ് നിൽക്കുന്നത്. ഇന്ന് വിഷു ആണ് കേട്ടോ. ഇന്ന് ഏപ്രിൽ 14-നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വിഷു കോസ്റ്റ്യൂമൊക്കെ ഇട്ടല്ലേ, അപ്പം എൻ്റെ ഇൻട്രോ ഈ ഒരു വേഷത്തിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇന്ന് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും വിഷു കഴിഞ്ഞിട്ടേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ. എന്നാലും എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി വിഷു ആശംസകൾ. എന്താ അപ്പോൾ ഞാനിപ്പോൾ ബെഡ്ഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. എൻ്റെ മാമനും മാമിയൊക്കെ ഇവിടെയാണ് കേട്ടോ, UK-യിൽ. അപ്പോൾ എനിക്കിപ്പം ക്ലാസ്സില്ല, ഈസ്റ്റർ ഹോളിഡേയ്സ് ഒക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ ഈസ്റ്റർ ഹോളിഡേ ഇങ്ങോട്ടേക്ക് വന്നു. സ്കോട്ട്ലൻഡിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നു. എൻ്റെ കൂടെ കാവേരിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏപ്രിൽ 11-ന് രാവിലെ ഒരു 9:30 ആയപ്പോഴേ അനുമാമൻ്റെ വീട്ടിലെത്തി. അന്ന് നമ്മൾ എവിടെയും പോയിട്ടില്ല കേട്ടോ. അന്ന് നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കുറേ കഥകളൊക്കെ പറഞ്ഞ് നമ്മുടെയും അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൻഡ് സെക്കൻഡ് ഡേ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ലണ്ടൻ കാണാൻ വേണ്ടി പോയി. എല്ലാവരുടെയും ആഗ്രഹമാണല്ലേ ലണ്ടൻ കാണാൻ. ലൈക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ലണ്ടനിലൊക്കെ പോയി ലണ്ടൻ ബ്രിഡ്ജ്, അങ്ങനെ ബിഗ് ബെൻ, അങ്ങനെ ഇതൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവുമായിരിക്കണം. എനിക്ക് അതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ ഫുൾഫിൽ ചെയ്തു. അത് ഫുൾഫിൽ ചെയ്യാൻ കാരണം എൻ്റെ മാമനും മാമിയും തന്നെയാണ്. അവരാണ് എന്നെ കൊണ്ടുപോയതും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ബെഡ്ഫോർഡിൽ നിന്ന് ഒരു 1 hour ഉള്ളൂ ലണ്ടനിലോട്ട്. അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ കണ്ടു. അപ്പോൾ ആ വീഡിയോസും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടനും ചേച്ചിയുണ്ട്, വിച്ചുവേട്ടനും നിത്യേച്ചിയും. അപ്പോൾ അവർ നമ്മളെ ജോയിൻ ചെയ്തു. അപ്പോൾ അവരും ഇവിടെ ഉണ്ട്. അപ്പോൾ വിഷു നമ്മളെല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസിൽ കാണാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾ നാളെ ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ തിരിച്ചു പോവാണ്. ഏപ്രിൽ 16-ന് ഞങ്ങൾ തിരിച്ച് സ്കോട്ട്ലൻഡിലോട്ട് പോവാണ്. അപ്പോൾ ആ ഒരു 11-ന് വീഡിയോ ഒന്നുമില്ല, 12th മുതൽ 15th വരെയുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതലും കാണാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളെന്തായാലും എൻ്റെ ഡേ 1 to ഡേ എത്രയാണെന്നറിയില്ല, ഡേ 5 ഉണ്ട് തോന്നുന്നു. അപ്പോൾ അത്രയും വീഡിയോസ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വായോ. ഓക്കെ, അപ്പോൾ ബൈ. ആസ് യു ക്യാൻ സീ, ഞാൻ ആദ്യം തന്നെ പോയത് എൻ്റെ ആ ബക്കറ്റ് ലിസ്റ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലണ്ടൻ കാണാമെന്നുള്ളത് എൻ്റെ ഭയങ്കര വലിയൊരു ആഗ്രഹമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ. അതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു സ്ഥലമായിരിക്കും ലണ്ടൻ കാണണം എന്നൊക്കെ. കാരണം നമ്മൾ ഒരുപാട് സിനിമകളിലും ഒക്കെ കണ്ട് നമുക്ക് ഒത്തിരി ആഗ്രഹമുള്ളൊരു സ്ഥലമായിരിക്കും ലണ്ടൻ എന്ന് പറയുന്നത്. അതുപോലെ എനിക്കും ഒത്തിരി ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു. ഞാൻ ഒരിക്കലും ലണ്ടനിൽ വരുമെന്നോ എനിക്ക് കാണാൻ പറ്റുമെന്നോ അതൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലെ പല പല സ്ഥലങ്ങളും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഒരു തോട്ടുണ്ട്, ലൈക്ക് ഞാൻ എന്നെങ്കിലും എനിക്കിഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒരു വട്ടെങ്കിലും പോയിരിക്കും എന്ന്. എനിക്ക് ലണ്ടനിൽ ഞാൻ പോയപ്പം എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് കേട്ടോ. സോ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ടവർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. കുറേ നേരം ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്തു. ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ അമറും ഞങ്ങളെ ജോയിൻ ചെയ്തായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ അധികം എടുത്തിട്ടില്ല. കാരണം ലണ്ടനിൽ പൊതുവേ കുറച്ച് പിക്ക് പോക്കറ്റിംഗ് ഒക്കെ കൂടുതലാണെന്ന് കേട്ടതുകൊണ്ട് തന്നെ മൊബൈൽ കുറച്ച് സൂക്ഷിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് ക്ലിപ്പിങ്സ് പോലെ മാത്രമേ എടുത്തിട്ടുള്ളൂ. ആൻഡ് നിങ്ങളെല്ലാവരും ലണ്ടനൊക്കെ പല ട്രാവൽ വ്ളോഗേഴ്സും നല്ല രീതിയിൽ വ്ളോഗ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. സോ ഞാനിനി അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാൻ മാത്രമൊന്നും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തുടങ്ങിയൊരു വ്ളോഗാണ് കേട്ടോ ഇത്. സോ ഇതേ ഞാൻ പറഞ്ഞില്ലേ അമ്മു വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഭയങ്കര സന്തോഷമായി അവളെ കണ്ടപ്പോഴും. കാരണം എനിക്ക് എൻ്റെ ഹോം എന്ന് പറയുന്ന ആൾക്കാരിലുള്ള ഒരാളാണ് അമ്മു. അപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ മറന്നു. ഞങ്ങൾ ദൂരത്തുനിന്നേ ഞാൻ അവളെ കണ്ടു. അപ്പോൾ ഞാൻ ഓടിപ്പോയി അവളെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. അവളും അതേപോലെ ഓടി വന്നു, മറ്റേ മൂവിയിലൊക്കെ കാണുന്ന പോലെ.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയില്ല. ബിഗ് ബെൻ കണ്ടു, ലണ്ടൻ ഐ കണ്ടു, ടവർ ബ്രിഡ്ജ് കണ്ടു. പിന്നെ ഇതൊരു സ്ക്വയറാണ് കേട്ടോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഇങ്ങനെ ചൈന ടൗണും അങ്ങനെ കുറേ ഒരു വലിയ സ്ട്രീറ്റാണ് അത്. അവിടെ കുറേ ഫുഡുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. പിന്നെ കഴിച്ച് എനിക്ക് വയറ് ഇങ്ങനെ പൊട്ടാറായ പോലെ ആയിട്ടോ. ലാസ്റ്റ് എനിക്ക് മതിയായി കഴിച്ചിട്ട്. എന്തൊക്കെയോ കഴിച്ചു. പിന്നെ കുറേ ഷോറൂംസിലൊക്കെ കയറി. M&Mൻ്റെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു, അവിടെ കയറിയിട്ട് ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. ലിൻഡിൽ കയറി, ലിൻഡിന്നും ചോക്ലേറ്റ്സ് മേടിച്ചു. പിന്നെ ലെഗോയിൽ പോയി, ലെഗോന്ന് കുറേ ബ്ലോഗ്സ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയി. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഹാംലീസിൽ പോയി. ഹാംലീസ് എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഹാംലീസോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. അത് 5-6 നിലയുണ്ടായിരുന്നു. ഞങ്ങളവിടെ കയറിയിട്ട് ഇങ്ങനെ ഒരു വേറെ തന്നെ ഒരു ലോകത്ത് പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തോരം ഇന്നോവേറ്റീവ് ടോയ്സാണ് അതിനകത്ത്. ഞാനും അമ്മുവും കണ്ടിട്ട് നമ്മുടെ കാലത്തൊന്നും ഇത് ഉണ്ടായിരുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിത് അപ്പോഴത്തേക്ക് അടച്ച് വേവിക്കാം. Oh no! Hello? കണ്ടില്ലേ, വി വർ സോ എക്സൈറ്റഡ്. ഞങ്ങൾ ആ ടോയ്സൊക്കെ വെച്ച് കുറേ നേരം ഇതൊക്കെ എന്താണെന്നൊക്കെ നോക്കി കുറച്ച് നേരം അതിൽ സ്പെൻഡ് ചെയ്തു. കുറേ നേരം അവിടെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു പോവാം. കുറേ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആക്ച്വലി ഇതൊരു 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് നൈറ്റ് ആവാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്മുവിൻ്റെ അടുത്തും അമറിൻ്റെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് ബെഡ്ഫോർഡിലോട്ട്. അപ്പം പോവാൻ നേരത്ത് കുറച്ച് സങ്കടമൊക്കെ ആയി എല്ലാവർക്കും. പിന്നെ കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെയൊക്കെ ഒരു ഹാപ്പിനെസ്സിൽ നമ്മളിത് ഫസ്റ്റ് ഡേ അവിടെ കഴിഞ്ഞ് തിരിച്ചു പോവാം കേട്ടോ. ദിസ് ഈസ് മൈ തേർഡ് ഡേ. തേർഡ് ഡേയിൽ എൻ്റെ കൂടെ നിത്യേച്ചിയും ബിച്ചുവേട്ടനും കൂടെ ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലണ്ടനിൽ പോയി വന്നില്ലേ, അന്ന് രാത്രിയാണ് അനുമാമൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വരുമ്പം തന്നെ നിത്യേച്ചി കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് വന്നത്. ഞങ്ങൾ വന്നിട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ച് സംസാരിച്ച് കിടന്നപ്പോൾ ലേറ്റായി. അതുകൊണ്ട് തേർഡ് ഡേ മോർണിംഗ് വ്ളോഗ് ഞാൻ എടുത്തിട്ടില്ല, ഈവനിങ് തൊട്ടാണ് എടുത്തേക്കുന്നത്. എണീറ്റ് വന്നപ്പോൾ ലേറ്റായി. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഉച്ചയ്ക്ക് നല്ല ലഞ്ച് ഉണ്ടായിരുന്നു. എൻ്റെ ഫേവറേറ്റ് കറി ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പും കായും കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുണ്ടായിരുന്നു. പിന്നെ കല്ലുമ്മക്കായ വറുത്തതുണ്ടായിരുന്നു, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കേടുണ്ടായിരുന്നു, പിന്നെ കൂണുപ്പേരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഫുഡ് കഴിച്ച് ഞാൻ അന്ന് വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം. ആൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി. അനുമാമിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അവിടെ അവരുടെ വാവയുടെ ബർത്ത്ഡേ ആയിരുന്നു ഞങ്ങൾ ലണ്ടനിൽ പോയ ദിവസം. പക്ഷെ അന്ന് ലണ്ടനിൽ പോയതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ അനുമാമൻ കുറച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പോയി അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത്. അവിടെ ഒരു കുഞ്ഞു വാവ ഉണ്ടായിരുന്നു. ആ വാവയുടെ കൂടെയൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു ഈവനിങ് വാക്കൊക്കെ ചെയ്തിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീട്ടിൽ തന്നെ ഫാമിലീൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാനും അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൂടുതലും പുറത്ത് പോകുന്നതിലും എനിക്കിഷ്ടം വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മളെല്ലാവരും കൂടെ പണ്ടത്തെ കാര്യങ്ങളും കുറേ ഫണ്ണും അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പം അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഫുൾ അങ്ങനെയായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ രാത്രി ഒരു സ്പെഷ്യൽ ഫുഡും കൂടെ ഉണ്ടാക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, മറന്നുപോയി കപ്പ ബിരിയാണി കണ്ടപ്പോൾ വീഡിയോ എടുക്കാൻ. തീർന്നുപോയി, എല്ലാരും തിന്നു കഴിഞ്ഞു. വിച്ചുവാട്ടർ ഉണ്ടാക്കിയതല്ല, നിത്യേച്ച് ഉണ്ടാക്കിയ ഡ്രസ് ലെച്ചേഴ്സ്. ഇത് അതെ, കൃഷ്ണമാമി ഉണ്ടാക്കിയ കപ്പ ബിരിയാണി. അതെ, മാമി തന്നെയാ. പിന്നെ പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നു, കുറവായതുകൊണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ഫോർത്ത് ഡേ. വിഷു ദിവസമായിരുന്നു.
ആൻഡ് ഈ ട്രിപ്പ് വിഷു ദിവസം നോക്കി പ്ലാൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ആ സമയത്ത് ലീവ് എടുത്ത്, എനിക്ക് പിന്നെ ആ സമയത്ത് ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കി പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. കാരണം വിഷു എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഫാമിലി വേണം, അല്ലെങ്കിൽ ഒരു രസമില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഫാമിലി ഫ്രണ്ട്സൊക്കെ കൂടെ വേണം. അതാണ് എനിക്ക് എപ്പോഴും ഒരു ഹാപ്പിനെസ്. അല്ലാണ്ട് എന്തോ ഒരു സന്തോഷമുള്ളതല്ലേ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആകുമ്പം ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നോക്കി പ്ലാൻ ചെയ്തൊരു ട്രിപ്പും കൂടിയാണ് കേട്ടോ ഇത്. വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ കണിയൊന്നും വെച്ചില്ല. കാരണം അങ്ങനെ നമ്മൾ ഉറങ്ങിയത് തന്നെ അന്ന് 5 മണി 5:30 എന്തോ ആയി. സംസാരിച്ചൊക്കെ ഇരുന്ന് ലേറ്റായി ഉറങ്ങാൻ. പിന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇതൊക്കെ അല്ലേ ഒരു മെമ്മറീസ്. അപ്പം ഞങ്ങൾ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കിയില്ല, നമ്മൾ ബിരിയാണി കേട്ടോ ഉണ്ടാക്കിയത്. നമ്മൾ പിന്നെ കണ്ണൂർക്കാരല്ലേ, നമ്മൾ എന്തായാലും സദ്യ ഉണ്ടാക്കിയാലും നമ്മളൊരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ ഫ്രൈയോ ചിക്കൻ കറിയോ എന്തെങ്കിലുമൊക്കെ ആ സദ്യയിൽ ഉണ്ടാവും. അപ്പം ഞങ്ങൾ പിന്നെ വിചാരിച്ചു, ഒന്നാമത് ഞങ്ങൾ കിടക്കാനും ലേറ്റായി, പിന്നെ രാവിലെ എണീറ്റ് സദ്യക്ക് എല്ലാ കറികളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ലേറ്റാവും. അപ്പം നമ്മൾ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ബിരിയാണി ഉണ്ടാക്കിക്കൂടാ. അപ്പം ഞങ്ങൾ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അനുമാമൻ്റെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഫോട്ടോ സെഷനും ഒക്കെ കഴിഞ്ഞ് നേരെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോയി. ആൻഡ് ബിരിയാണി നല്ല യമ്മി ആയിരുന്നു കേട്ടോ. ദേ ഈ കാണുന്നതാണ് അനുമാമൻ്റെ സ്പെഷ്യൽ ബിരിയാണി. ഞങ്ങൾ ബിരിയാണിയൊക്കെ നല്ല സന്തോഷമായിട്ട് കഴിച്ച്. പിന്നെ മാമി ഉണ്ടാക്കിയ പായസം കൂടി ഉണ്ടായിരുന്നു. അതും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് ഇതേ വയറൊക്കെ നിറഞ്ഞ് നല്ല ഫുള്ളായി കേട്ടോ. അപ്പോൾ വിശ്വസദ്യ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, കച്ചമ്പറുണ്ട്, അച്ചാറുണ്ട്, പിന്നെ പായസമുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂർക്കാരുടെ വിഷുസദ്യ. അപ്പൊ എല്ലാരും ഇരിക്കും. പിന്നെ അന്ന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. കാരണം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ടമ്മിയൊക്കെ നല്ല നിറഞ്ഞ് ടയേർഡായിട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്യണം, എവിടെ പോകണം എന്നൊക്കെയുള്ള പ്ലാനിങ് തുടങ്ങി. കാരണം നെക്സ്റ്റ് ഡേ ഒരു ഹോൾ ഡേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ഓരോരുത്തരും നമ്മൾ ChatGPT ഒക്കെ ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ ഏതാണ് നല്ല സ്ഥലം അങ്ങനെയൊക്കെ കുറേ ചോദിച്ച് അങ്ങനെ നിത്യേച്ചി ഫൈനലി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ അവിടേക്കാണ് നമ്മൾ നെക്സ്റ്റ് ഡേ പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് പെട്ടെന്ന് ഉറങ്ങിയിട്ടോ അന്ന്. കാരണം രാവിലെ നമുക്ക് പോകണം. അപ്പോൾ നേരത്തെ കിടന്നുറങ്ങിയത് കണ്ട് ഓൾറെഡി നിത്യേച്ചിയൊക്കെ കിടന്നുറങ്ങി സോഫയിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ടയേർഡായതുകൊണ്ടും കൂടെ പിന്നെ നേരത്തെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നേരത്തെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ആ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. നല്ലൊരു വിഷു ദിവസമായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡേ ആയ 5th ഡേയിലെത്തി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാനും കാവേരിയും തിരിച്ച് സ്കോട്ട്ലൻഡിൽ പോവാണ്. അപ്പോൾ ഇന്നാണ് എല്ലാവരും കൂടിയുള്ള ഒരു ലാസ്റ്റ് ഡേ. കാരണം ഇന്ന് ഈവനിങ് നിത്യേച്ചിയും വിച്ചുവാട്ടനും തിരിച്ച് അവരുടെ സ്ഥലത്തോട്ടും പോവും. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പ്ലാന്റേഷൻ കാണാൻ പോകാനാണ്. നിത്യേച്ചി ChatGPT ഒക്കെ നോക്കി കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ ട്രെയിനൊക്കെ പിടിച്ച് കുറേ ട്രെയിൻ മാറി കയറി പോകണം. അപ്പോൾ അവിടുത്തെ ട്രെയിനും ട്യൂബൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആട്ടോ. ലണ്ടനിലെ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. പിന്നെ അനുമാമനും ഇവർക്കൊക്കെ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഞാനും കാവേരി മാത്രമാണെങ്കിൽ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടേനെ. പിന്നെ നമ്മൾ ആദ്യം തന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കാരണം നമ്മൾ രാവിലെ ഇറങ്ങിയതുകൊണ്ട് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. മാക്ഡിയിൽ പോയിട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. ആൻഡ് റിച്ച്മണ്ട് എന്നാണ് ഞങ്ങൾ പോയ സ്ഥലത്തിൻ്റെ പേര്. റിച്ച്മണ്ട് എന്നുള്ള സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. റിച്ച്മണ്ട് സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ്സ് വാക്കേ ഞങ്ങൾ റിച്ച്മണ്ട് പാർക്കിലോട്ട് കണ്ടുള്ളൂ. ഈ റിച്ച്മണ്ട് പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ പറഞ്ഞ പ്ലാന്റേഷൻ വരുന്നത്. ഇസബെല്ല പ്ലാന്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളവിടെ ഇറങ്ങി 20 മിനിറ്റ്സ് വാക്കൊക്കെ കഴിഞ്ഞ് റിച്ച്മണ്ട് പാർക്കിലെത്തി. പക്ഷേ റിച്ച്മണ്ട് പാർക്കിൽ എത്തിയപ്പോഴാണ് ആ ഒരു സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത്. ഈ പാർക്ക് എന്ന് പറയുന്നത് ഏക്കർ കണക്കിന് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അതിൻ്റെ അങ്ങേ അറ്റത്താണ് ഇസബെല്ല പ്ലാന്റേഷൻ. അപ്പം ഞങ്ങൾ ഇറങ്ങിയ സ്റ്റോപ്പ് മാറിപ്പോയി. ഞങ്ങൾ ശരിക്കും പട്നി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് ഒരു ബസ് പിടിച്ചാൽ ഇസബെല്ലയുടെ അടുത്തേക്ക് നമുക്ക് എത്താൻ പറ്റും പെട്ടെന്ന്. പക്ഷേ ഇത് നമ്മൾ റിച്ച്മണ്ടിൽ ഇറങ്ങി ആ 20 മിനിറ്റ്സ് വാക്ക് എടുത്തുകൊണ്ട് പാർക്കിലെത്തി. പക്ഷെ
അവിടുന്ന് ആ എൻട്രൻസിൽ നിന്ന്, പാർക്കിന് പല എൻട്രൻസസ് ഉണ്ടായിരുന്നു, ആ എൻട്രൻസിൽ നിന്ന് കയറിയ അങ്ങേ അപ്പുറത്തെ എൻട്രൻസിലാണ് ഈ പറഞ്ഞ പ്ലാന്റേഷൻ ഇരിക്കുന്നത്. അപ്പം ഞങ്ങളാണെങ്കിൽ ഈശ്വരാ പ്ലാനൊക്കെ പോയി, ലൈക്ക് എല്ലാം ഫ്ലോപ്പായി എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ വിചാരിച്ചു ഓക്കെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടക്കാം. ഈ കണ്ടോ, ഈ മാപ്പ് നോക്കുന്നതാണ് നമ്മളിങ്ങനെ പ്ലാന്റേഷൻ എവിടെയാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത് അങ്ങേ അപ്പുറത്താണെന്ന്. പിന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഓക്കെ നടക്കാം, എന്തായാലും എല്ലാവരും കൂടെ നടക്കുമ്പോൾ രസമായിരിക്കും, കുറേ കഥയും അതൊക്കെ പറഞ്ഞങ്ങ് നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതേ നടക്കാൻ തുടങ്ങി കേട്ടോ. നടക്കുന്ന വഴിയിൽ കുറേ മാനുകളും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ മെല്ലെ 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 നടന്നു. ആക്ച്വലി ഒരു 50 മിനിറ്റ്സ് നടത്തം മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ നടന്ന് പ്ലാന്റേഷൻ എത്താൻ ഒരു 2 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഓരോ സ്പോട്ട് എത്തുമ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് മാനിനെയൊക്കെ കാണുമ്പോൾ മാനിനെയൊക്കെ കണ്ട് മെല്ലെ 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 മെല്ലെയാണ് കേട്ടോ പോയത്. ആമാടെ പെട്ടി തുറക്കട്ടെ എന്തും പിന്നെ എന്തോ ഭാഗ്യത്തിന് അന്നത്തെ ദിവസം വലിയ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ക്ലൗഡി ആയിരുന്നു. അതുകൊണ്ട് നടക്കാനും സുഖമുണ്ടായിരുന്നു, കുറച്ച് തണുത്ത കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടയേർഡായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ റോയൽ പാർക്സിലെ ഏറ്റവും ലാർജസ്റ്റ് പാർക്കാണ്. പിന്നെ അതായത് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റി വിടാണ്ട് തന്നെ കൺട്രി സൈഡും അതുപോലെ ഇതുപോലത്തെ കുറെ ആനിമൽസിനെ അതിനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ പോലത്തെ സിറ്റിക്ക് അകത്തുള്ള ഒരു പാർക്കാണ്. പക്ഷെ നമുക്ക് കൺട്രി സൈഡിന്റെ വൈബൊക്കെ തരുന്നുണ്ട് ഈ പാർക്ക്. പിന്നെ വേറെന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 600 ഡിയേഴ്സ് ഉണ്ട് എന്നാ പറയുന്നത്. എന്തോ ഫാലോ സ്പീഷീസിൽ പെട്ട ഡിയേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. റെഡ് ആൻഡ് ഫാലോ സ്പീഷീസ് എന്ന് പറഞ്ഞൊരു ഇതിൽപ്പെട്ട ഡിയേഴ്സ് 600 ഫ്രീ റോമിങ് ഡിയേഴ്സ് ഉണ്ട് അത്ര. പിന്നെ ഇത് ശരിക്കും പറഞ്ഞ ചാൾസ് ഒന്നാമൻ ഉണ്ടാക്കിയ പാർക്കാണിത്. അതായത് റോയൽ ഹണ്ടിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാർക്കാണ്. പക്ഷെ ഇപ്പൊ ഹണ്ടിങ് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അത്രേ ഉള്ളൂ ഈ പാർക്കിനെ പറ്റി ഞാൻ പഠിച്ചത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് നിത്യേച്ചിയുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പം ചേച്ചി ആ പാർക്കിനെ പറ്റി പഠിച്ച കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും കൂടെ ഷൂട്ട് ചെയ്താൽ പിന്നെ ഞാനിത് പഠിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് ഓസിക്ക് ഷൂട്ട് ചെയ്തെടുത്തതാണ്. അപ്പം ചേച്ചിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ആളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഹെർ ചാനൽ ടു. നിത്യശ്രീ എന്നാണ് പേര്. ആൻഡ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആളുടെ പ്രൊഫൈൽ ടാഗ് ചെയ്ത് കൊടുക്കാം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഹെർ. ഓക്കെ, അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ നടന്ന് പോവായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ കാഴ്ചകൾ ഞങ്ങൾ കണ്ടു. മാനുകളിങ്ങനെ ഓടുന്നു. അവിടെ ഇഷ്ടം പോലെ വെറൈറ്റി മാനുകളുണ്ട്. പിന്നെ അത് നമ്മളെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല, നമ്മളെ ഒന്നിങ്ങനെ നോക്കും. നമ്മൾ അവരെ ഉപദ്രവിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്ന് നമ്മളെ ഒന്ന് വീക്ഷിക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ മാനുകളെയൊക്കെ കണ്ട് അങ്ങേയറ്റത്തുള്ള ഇസബെല്ല പ്ലാന്റേഷൻ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചപ്പോഴാണ് സമാധാനമായത്. ആക്ച്വലി നടന്ന് ഇത്തിരി കാലൊക്കെ എല്ലാവർക്കും വേദന എടുക്കണമായിരുന്നു. പക്ഷെ അങ്ങനെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു രീതിയിൽ ടയേർഡൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പ്ലാന്റേഷനിൽ എത്തിയപ്പം നമ്മൾ ആ നടന്നതിന് വേർത്തിട്ടായിരുന്നു. ബിക്കോസ് എന്ത് രസമായിരുന്നു എന്നറിയാം. പല കളറിൽ പല വെറൈറ്റി പൂക്കളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഫ്രെയിമുകളാണ് അതിനകത്ത് പോയി കഴിഞ്ഞാൽ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. പക്ഷെ ഞങ്ങൾക്ക് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയുള്ളൂ. കാരണം തിരിച്ചു പോകുന്ന ട്രെയിൻ ഞങ്ങൾ ഓൾറെഡി ബുക്ക്ഡ് ആയിരുന്നു. അപ്പം നമുക്ക് ആ ടൈമിനനുസരിച്ച് അവിടെ എത്തണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ സ്പെൻഡ് ചെയ്ത സമയം വാസ് ഗുഡ്.
പിന്നെ അത് കഴിഞ്ഞ് എല്ലാവർക്കും ഗുഡ് ബൈ പറയേണ്ട സമയമായി. നിത്യേച്ചിയും വിച്ചുവാട്ടിനും പോവായിരുന്നു. അവർക്ക് നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ അവിടെ നിന്ന് നേരെ അവരുടെ സ്ഥലത്തോട്ടായിരുന്നു പോയത്. അപ്പോൾ അവരെ ഞങ്ങൾ ആദ്യം സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഞങ്ങളും ഞങ്ങളുടെ സ്റ്റേഷനിലോട്ട് പോയി. അങ്ങനെ ട്രെയിനൊക്കെ പിടിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. പിന്നെ രാത്രി പോയി ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്ന് പാക്കൊക്കെ ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ഉറങ്ങി കേട്ടോ. പിന്നെ അധികം നേരമൊന്നും ഇരുന്നില്ല, കാരണം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണമായിരുന്നു. അവിടുന്ന് കുറച്ച് നേരമേ ഉള്ളൂ എയർപോർട്ടിലേക്ക്. ബട്ട് സ്റ്റിൽ നമ്മൾ 2 hours മുന്നേ റിപ്പോർട്ട് ചെയ്യണമല്ലോ. സോ നമ്മളെല്ലാവരും കുറച്ച് നേരത്തെ അന്ന് രാത്രി കിടന്നുറങ്ങി കേട്ടോ. അപ്പം അങ്ങനെ ആ ഒരു ദിവസവും ഭയങ്കര സന്തോഷമായിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ നേരത്ത് ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും കണ്ണൊക്കെ നിറഞ്ഞ്. അങ്ങനെ പിന്നെ എന്തായാലും പോകണം. അപ്പം ഞങ്ങളിത് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിലേക്ക്. ആൻഡ് അന്നത്തെ ആ ഫ്ലൈറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കയറിയതിലെ ഏറ്റവും വേഴ്സ്റ്റ് ഫ്ലൈറ്റായിരുന്നു. ഞാൻ തിരിച്ച് സ്കോട്ട്ലൻഡിൽ ലാൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ പേടിച്ച് കാവേരീൻ്റെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു. എനിക്ക് പേടിയായി ശരിക്കും. ഞാൻ വിചാരിച്ചില്ല ഞാൻ താഴെ എത്തുന്നു. പിന്നെ എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിക്കറിയാം ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം അത് ഞാൻ ഇനി ഉണ്ടാക്കുന്നതായിരിക്കില്ല. ഇനി ഞാൻ എല്ലാ ആഴ്ചയും 2 വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെ എൻഗേജ് ചെയ്യുന്നതായിരിക്കും. സോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.